നല്ല സുഹൃത്തുക്കളായി നിന്നിട്ട് ഒരു ചെറിയ കാര്യത്തിൻ്റെ പുറത്ത് തെറ്റിപ്പിരിയുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു ശത്രുവായി കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ? ഇപ്പോൾ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഫ്രണ്ട്സുകൾ. അപ്പോൾ ഇതിനെയാണ് ഒരു എക്സ്ട്രീം ഓഫ് ഐഡിയലൈസേഷൻ ആൻഡ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് നല്ലത് ചെയ്യുമ്പോൾ അവൻ്റെ ലോകം നിങ്ങളായിരിക്കും, പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നതോടുകൂടി അവൻ ഒരു ബ്ലാക്ക് പിക്ചറിലോട്ട് കൊണ്ടുവരും. അതായത് അവൻ എന്ത് ചെയ്യും? നിങ്ങളെ ശത്രുവായി കാണും, അവൻ നിങ്ങളായിട്ടുള്ള ബന്ധം ഒഴിവാക്കും. അങ്ങനെയുള്ളൊരു സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് കാണാറുള്ളത്. അപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ അതൊരു ടോക്സിക് എലമെൻ്റ് ഇതിലുണ്ടാവും. അപ്പോൾ ഇത്തരം ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ നിരന്തരമായിട്ട് അവരുടെ ബന്ധങ്ങൾ വാല്യുവേഷൻ ചെയ്യും, പിന്നെ ഐഡിയലൈസേഷൻ ചെയ്യും, പിന്നെ ഡിവാലുവേഷൻ ചെയ്യും, പിന്നെ ഐഡിയലൈസേഷൻ. അപ്പോൾ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഈ ബന്ധത്തിൽ. അതിലൊരു ഫ്ലക്ച്വേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇവരെന്താണ്, എങ്ങനെയാണ് നമ്മളവിടെയുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അതുകൊണ്ട് ഒരുപാട് സഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഇമോഷൻ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവർ കാണാറുണ്ട്. അപ്പം ഇത്തരം കേസസ് നമുക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം ആളുകൾ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് ഇത് ഉപകാരപ്പെടും.